സുരേഷ് ഗോപി വീട്ടിൽ വരുന്നതിൽ രാഷ്ട്രീയമില്ലെന്നാണ് മുൻ മുഖ്യമന്ത്രി ഇ.കെ. നായനാരുടെ ഭാര്യ ശാരദ ടീച്ചർ പറഞ്ഞത്. ഇക്കാര്യത്തിൽ പുതുമയൊന്നുമില്ല. ഇതിനു മുൻപും സുരേഷ് ഗോപി വീട്ടിലെത്തിയിട്ടുണ്ട്. സുരേഷ് ഗോപിയും കുടുംബവുമായി വർഷങ്ങളായുള്ള ബന്ധമാണുള്ളത്. വീട്ടിൽ വരുന്നവരുടെ രാഷ്ട്രീയം ചോദിക്കാറില്ലെന്നും ടീച്ചർ പറയുന്നു. സുരേഷ് പല തവണയാണ് വീട്ടിൽ വന്നിട്ടുള്ളത്. കണ്ണൂരിലെത്തിയാൽ ഉറപ്പായും വിളിക്കും. രാവിലെയാണ് ഭക്ഷണം ആവശ്യമെങ്കിൽ രാവിലെ തന്നെ ഇങ്ങോട്ട് വരും. ഉച്ചയ്ക്കാണെങ്കിൽ ഉച്ചഭക്ഷണം വേണമെന്ന് പറയും. സഖാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കിടക്കുമ്പോഴാണ് ആദ്യമായി ഞാൻ സുരേഷ് ഗോപിയെ കാണുന്നത്. അതിനിടെ നഴ്സ് പറഞ്ഞു, സുരേഷ് ഗോപി ഇടയ്ക്കിടെ ഇവിടെ വരാറുണ്ട്. പാവപ്പെട്ട ആളുകളെ സഹായിക്കും, ഓപ്പറേഷൻ ചെയ്യാനുള്ള പണമൊക്കെ നൽകുമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയുള്ള മനസ്സുള്ളവരുണ്ടല്ലോ എന്നാണ് തോന്നിയത്. വീട്ടിൽ വരുന്നതിലൊന്നും രാഷ്ട്രീയം കാണാനില്ല. സുരേഷിനെ രാഷ്ട്രീയക്കാരനായിട്ടല്ല, നല്ലൊരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. നായനാരെയാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്നതെന്ന് സുരേഷ് ഗോപി എന്നോടും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ വരുന്നവരോട് താൻ രാഷ്ട്രീയം ചോദിക്കാറില്ല. ഈയിടെയായി വീട്ടിൽ വരാറില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ താൻ കാണാൻ വന്നാൽ അത് അമ്മയ്ക്ക് വിഷമമാകുമെന്നാണ് സുരേഷ് പറഞ്ഞത്. തന്നെ അമ്മയെന്നാണ് വിളിക്കുന്നത്. സഖാവിനെ അച്ഛ എന്നും. അത്രയേറെ അടുപ്പം സുരേഷ് ഗോപിയുമായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വരവിനെ രാഷ്ട്രീയപരമായി ആരും എടുക്കാൻ നോക്കണ്ട, അതൊന്നും വിലപ്പോകില്ല. സുരേഷ് ഗോപി ഒരു നല്ല മനുഷ്യനാണ്. എൻ്റെ സഖാവിൻ്റെ മരണശേഷവും പലതവണയും അദ്ദേഹം വീട്ടിൽ വന്നു. എൻ്റെ സഖാവ് കാപ്പട്യമുള്ള ആളല്ല, അദ്ദേഹത്തിന് തുറന്ന മനസ്സാണുള്ളത്. അതുകൊണ്ടാകാം സുരേഷ് ഗോപിയുമായി അദ്ദേഹവുമായി നല്ല ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്നു. സഖാവ് മരണപ്പെട്ട ശേഷവും പലതവണ സുരേഷ് ഗോപി ഇവിടെ വന്നിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രി നായനാരുടെ വീട്ടിൽ ഇപ്പോഴത്തെ CPM നേതാക്കളോ മന്ത്രിമാരോ സന്ദർശനം നടത്തുന്നില്ലെന്ന പരാതി ഉയരുന്നതിനിടെയായിരുന്നു സുരേഷ് ഗോപിയുടെ ഈ സന്ദർശനം. അതുകൊണ്ട് തന്നെ ഇത് വലിയ ചർച്ചാ വിഷയമാവുകയും ചെയ്തിട്ടുണ്ട്. ചൊവ്വാഴ്ച രാവിലെ കണ്ണൂരിലെത്തിയ സുരേഷ് ഗോപി മാടായിക്കാവ് ക്ഷേത്രത്തിൽ ദർശനം നടത്തി. രാജരാജേശ്വര ക്ഷേത്രം, പറശ്ശിനിക്കടവ്, മുത്തപ്പൻ മടപ്പുര എന്നിവിടങ്ങളിലും സുരേഷ് ഗോപി ദർശനം നടത്തി. പിന്നീട് കണ്ണൂർ പയ്യാമ്പലത്തെ മാരാർജി സ്മൃതി കുടീരത്തിലെത്തി പുഷ്പാർച്ചനയും നടത്തി.